ചമരെ നമ്മൾ ഇനി വിറകടുപ്പിലേക്ക് മാറേണ്ടി വരുമോ? ഈ ഗ്യാസ് സിലിണ്ടർ ഭയങ്കര പ്രശ്നമായിക്കാണ്. എന്താ വെച്ചാൽ അത് പ്രതിസന്ധി തുടരാണ്. ഇറാനും ഇസ്രായേലും യുദ്ധം നടക്കുന്നതുകൊണ്ട് നമ്മുടെ ഇതിന് ഭയങ്കര ക്ഷാമമൊക്കെയാണ്. അപ്പോൾ ഉള്ളത് തന്നെ കിട്ടാൻ ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് ബാധിക്കുന്ന ഹോട്ടലുകാർക്കാണ്. ഹോട്ടലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ കൂടി കഴിഞ്ഞാൽ അടച്ചു പൂട്ടേണ്ടി വരുമെന്ന് പറഞ്ഞേക്കണം. പ്രത്യേകിച്ച് ബാധിക്കുന്നത് തട്ടുകട. കാര്യം ഗ്യാസ് സ്റ്റോക്ക് വെക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ഒരു പ്രശ്നം. നമുക്കിതില്ലാണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? പഴയ വിറകടുപ്പിലേക്ക് മാറാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ല. അതെന്നാലും ഹോട്ടലുകാരൊക്കെ സ്കൂളുകളിലൊക്കെ എപ്പോഴും വിറകടുപ്പ് പരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല പരിപാടിയാണ്. പക്ഷേ വലിയ വലിയ ഹോട്ടലുകളിൽ എന്തായാലും അത് ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല. എന്നാലും ചില ആൾക്കാർ അത് പരീക്ഷിക്കുന്നുണ്ട്. നന്നായിരിക്കും. വിറകടുപ്പിൽ പാചകം ചെയ്യുമ്പോൾ പിന്നെ ഫുഡിനൊക്കെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എങ്കിലും നമ്മുടെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പ്രതിസന്ധി പരിഹരിക്കാൻ പറ്റട്ടെ. പ്രൈം മിനിസ്റ്റർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ട് അത്ര അങ്കലാപ്പ് വേണ്ട, ഇത് നാളെ തന്നെ പരിഹരിക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിന് ഇത് പരിഹരിക്കട്ടെ. എത്രയും പെട്ടെന്നൊരു സൊല്യൂഷൻ കാണട്ടെ. അപ്പോൾ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ ഉഷാറായി നടക്കട്ടെ. അപ്പോൾ ഓക്കെ.